ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ. നിങ്ങളാണോ? ഞാനല്ല. ഞാനൊരു ബാച്ചിലറല്ല. പക്ഷേ ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? എനിവേ, ഞാൻ കണ്ടായിരുന്നു ആ പടം. നമ്മുടെ ഇന്ദ്രജിത്തും അതേപോലെ അനശ്വര രാജനും അഭിനയിച്ച ഒരു സിനിമയാണ്. ഒരു രാത്രിയിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങളുടെ കഥ പറയുന്നൊരു സിനിമയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് ആ സിനിമ കണ്ടത്. അതിൻ്റെ കുറച്ച് ട്രെയിലർ ഭാഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് കണ്ടത്. പക്ഷേ തിയേറ്ററിക്കലി വളരെ പുവർ പെർഫോമൻസ് ആയിരുന്നു ഈ പടം. ആഹ് ഒരു പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു പരാജയമായിരുന്നു എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പിന്നെ പറയാം. പടത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ട് ഇന്ദ്രജിത്തും അതേപോലെ അനശ്വര രാജനും തമ്മിലുള്ള ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളെ അനുസ്പദമാക്കിയിട്ടുള്ള ഒരു ഒരു ചെറിയ സിനിമയാണത്. ഒരു വൺ ടൈം ഗുഡ് വാച്ച് മൂവിയാണ്. പക്ഷേ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണോ, അതിൽ അത്രമാത്രം കോലിളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അങ്ങനെ ഒരു ക്രൗഡ് പുള്ളിങ് കപ്പാസിറ്റി ഒന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു സിമ്പിൾ സിനിമയായിരുന്നു. സിമ്പിൾ സിനിമ ആയതുകൊണ്ട് തന്നെ പലർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എന്താ പറയുക, നമ്മളുടെ പല റീൽസും അതേപോലെ കുറച്ച് യൂട്യൂബ് വീഡിയോസും കാണുന്ന പോലെ തന്നെ രസകരമായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയായിരുന്നു. അതിപ്പോൾ തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ കണ്ടപ്പോൾ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ വീട്ടിലിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണത്. ഇന്ദ്രജിത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നായകനാണ്. അതുപോലെ തന്നെ അനശ്വര രാജനും വളരെ പ്രിയപ്പെട്ടവളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കാണാൻ ആഗ്രഹിച്ചതും കണ്ടതും. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ട്രെയിലർ വേർഷനും ബിറ്റുകളും എന്നെ ഒത്തിരി അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 മെയ് 23 ഈ പടം റിലീസായത്. ഡയറക്ടർ ദീപു കരുണാകരൻ. ഇന്ദ്രജിത്തും അനശ്വര രാജനും ലീഡ് റോൾസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വളരെ ലിമിറ്റഡ് ബോക്സ് ഓഫീസ് ഏർണിങ്സ് ആണെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് വരുമ്പോൾ ഡയറക്ടർ ദീപു കരുണാകരൻ, റൈറ്റർ അർജുൻ ടി സത്യ എന്ന് പറയുന്ന ആളാണ്, പ്രൊഡ്യൂസർ പ്രകാശ് ഹൈലൈൻ. ദാറ്റ് മീൻസ് ഹൈലൈൻ പിക്ചേഴ്സാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സിനിമോട്ടോഗ്രാഫർ പ്രദീപ് നായർ, മ്യൂസിക് ഡയറക്ടർ PS ജയഹാരി. എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ചിട്ട്. എഡിറ്റർ സോബിൻ സോമൻ. ലീഡ് ആക്ടേഴ്സ് ഇന്ദ്രജിത്ത്, അനശ്വര രാജൻ. സപ്പോർട്ടിംഗ് ആക്ടേഴ്സായിട്ട് റോസിൻ ജോലി. റോസിനെ അറിയാലോ എല്ലാവർക്കും, നമ്മുടെ പഴയ ബിഗ് ബോസ് താരമായിരുന്നു. അതുപോലെ തന്നെ ധന്യ ഹമീദ്, ബിജു പപ്പന, രാഹുൽ മാധവ്, ഷോഹൻ സിനാലാൽ, അങ്ങനെ കുറേ പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ റോളുകളായിട്ട്. പിന്നെ ഇതിനകത്തോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കമ്പോണൻറ്റിൻ്റെ ഇതിലേക്ക് കടക്കും. ഈ കോസ്റ്റ് എന്താ പറയുക, വലിയ സിനിമകളും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത സിനിമകളാണെന്നുണ്ടെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ അതേപോലെ പബ്ലിക് ഇൻഫർമേഷൻ സെക്ടറിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ അവൈലബിലിറ്റി ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ ഇൻഫർമേഷൻസും ഭയങ്കര ലിമിറ്റഡാണ്. എന്നാലും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ഒക്കെ സത്യസന്ധമായിട്ട് പറയാം. പ്രൊഡക്ഷൻ കോസ്റ്റ്, ബഡ്ജറ്റ് ഒഫീഷ്യലി ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, കാരണം അറിയില്ല ഇതിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണെന്നുള്ളത്. ലീഡ് ആക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ എത്രയായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടില്ല, ഡയറക്ടറിൻ്റെ പറഞ്ഞിട്ടില്ല, മ്യൂസിക് ഡയറക്ടറിൻ്റെ പറഞ്ഞിട്ടില്ല, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് ഇതിനകത്ത് നമുക്കറിയില്ല, പറഞ്ഞിട്ടില്ല. മാർക്കറ്റിംഗ് എക്സ്പെൻസസും അതേപോലെ പടത്തിന് നോ ഐഡിയ ഏറ്റവും. ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിനെത്രയാണ് അവർ കളക്ട് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് എന്താണ് കിട്ടിയിട്ടുള്ളത്, നോ ഐഡിയ അറ്റ് ഓൾ. ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ ആണെന്നാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് തരുന്ന ഒരു ഇൻഫർമേഷൻ. ഫസ്റ്റ് വീക്ക് കളക്ഷൻ 1 ലക്ഷം. 7 ദിവസത്തിനുള്ളിൽ, അത് ഫസ്റ്റ് 7 ദിവസത്തിൽ ഒരു ലക്ഷം രൂപ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 1 ലക്ഷം കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 7 ലക്ഷം വരെ കളക്ഷൻസ് വന്നു എന്നാണ് പറയുന്നത്. തിയേറ്ററിക്കൽ ഷെയർ എത്രയാണ്, ഡിസ്ട്രിബ്യൂഷൻ ഷെയർ എത്രയാണെന്നുള്ളതൊന്നും നമുക്ക് പറയാറായിട്ടില്ല. OTTയിൽ റിലീസാവുന്നത്, OTT റൈറ്റ്സ് എടുത്തിട്ടുള്ളത് മനോരമ മാക്സ് ആണ്. സാറ്റലൈറ്റ്സ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ആണ്, ഇതേവരെ പോയിട്ടില്ല. ഓഡിയോയും പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. തിയേറ്ററിക്കൽ കളക്ഷൻ ഒരു 7 ലക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഇപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ.
സോ ലൈക്ക്ലി ഇതൊരു ലോസിലാവാനാണ് ഈ പടത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ. അവരുടെ OTT റൈറ്റ്സും മ്യൂസിക് റൈറ്റ്സും അതേപോലെ സാറ്റലൈറ്റ് റൈറ്റ്സും അതെല്ലാം കൂടിയിട്ട് ഇത് വളരെ ലോ കോസ്റ്റായിട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പ്രോഫിറ്റിലായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അസംഷൻ ഈ പടം ഒരു ലോസിലാവാനാണ് സാധ്യത. കാരണം ഒരു മിനിമം ഒരു 3 കോടിയോ 4 കോടിയോ ഈ പടത്തിന് മുടക്കിയിട്ടുണ്ടാവും. മാക്സിമം അവർക്ക് കളക്ഷൻ വരാൻ പോകുന്നത് മാക്സിമം OTT സാറ്റലൈറ്റൊക്കെ അത്ര ഹൈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ 2-2.5 കോടിയായിരിക്കും വരുന്നത്. ഒരു 4 കോടിയോളം ഇവർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ നമ്മൾ ആൾക്കാരല്ല. എന്നിരുന്നാലും ഇതൊരു കൊച്ചു സിനിമയാണ്. നമുക്ക് വീട്ടിൽ സമയം കിട്ടുമ്പോൾ, സമയം ഇല്ലാതെയല്ല, സമയം ഉള്ളപ്പോൾ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്ത് ഒന്ന് രസിക്കണം എന്നുണ്ടെങ്കിൽ, ചെറിയൊരു രസം വേണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ നമുക്ക് വീട്ടിലിരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാവുന്നൊരു സിനിമയാണ്. അപ്പോൾ സമയം ഉള്ളവർ ഈ സിനിമ കാണാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു ഓപ്ഷനാണ്, കാണണം കേട്ടോ. നമ്മൾ ഇന്ദ്രജിത്തിൻ്റെ അല്ലേ ഒരു മെത്തേഡ് ആക്ടിങ്ങിൻ്റെ അങ്ങേ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളല്ലേ. പുള്ളിയുടെ ഒരു ആക്ടിങ് ശൈലിയൊക്കെ എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സമയമുള്ളപ്പോൾ ഈ സിനിമ കാണാം. പിന്നെ ഇതിനകത്ത് കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.